ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. ആദ്യം തന്നെ ഒരുപാടധികം സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ കാര്യക്കാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രജോദേട്ട, ഷാജേട്ട, വെൽക്കം. സുഖല്ലേ, ഉഷാറല്ലേ എല്ലാവരും? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങല്ലേ? ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ ഈ വേദിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സെറ്റാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. ആ തീമിലുള്ള ഒരു സ്കിറ്റുമാണ്. ആണോ? ചിരിക്കാൻ ഉറപ്പുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം അങ്ങനത്തെ 3 പേരാണ് അടുത്തായിട്ട് വേദിയിലേക്ക് വരാൻ പോകുന്നത്. സമയം കളയാതെ വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട സെൽവരാജ് ചേട്ടൻ, സജി ചേട്ടൻ ആൻഡ് രാജ്മോഹൻ ചേട്ടൻ. വേറെ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. രാവിലെ എഴിച്ച് കുളിച്ച് റെഡിയായി പല്ല് തേച്ച് നല്ല ആഹാരം കഴിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ നോക്കി. എന്താ പ്രശ്നം? എന്താ പരിപാടി? എന്താ സംഭവം? ഇന്ന് വെളുപ്പിന് 4 മണിയാകുമ്പോ എന്നെ തൂക്കിക്കൊല്ലും. പക്ഷെ ഈ തൂക്കിക്കൊല്ലുള്ള ആരാച്ചാരും വന്നിട്ടില്ല, ഇതുവരെ സൂപ്രണ്ടും വന്നിട്ടില്ല. മിക്കവാറും ഞാൻ സ്വന്തമായിട്ട് തൂങ്ങി ചാവേണ്ടി വരുമെന്നാണ്. എന്തൊരു കഷ്ടം നോക്കുന്നത്. കഷ്ടം പിടിച്ച് ഏർപ്പാട്. കാര്യങ്ങൾ സെറ്റ് തന്നെ. മനസ്സിലായില്ല? അതങ്ങ് പറഞ്ഞാ പോരെ. അത് പറയാൻ നീ സമ്മതിക്കണല്ലോ. ആരാ വെച്ചോണ്ടിരുന്ന അങ്ങനെ ആരാച്ചാരാന്ന് കേറ് ബാ. എന്നെ അപ്പൊ നിങ്ങളാണല്ലേ എന്നെ ഇന്ന് തൂക്കിക്കൊല്ലാൻ പോകുന്നത്. അയ്യോ, ഗോൾഡൻ മഞ്ചടിച്ച സന്തോഷം. അതെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കണം. അതാണ് ഒരു വൈബ് ആണല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എന്ത് പറയാൻ പറ. നെയ്യെടുത്തായിരുന്ന പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആദ്യത്തെ ഒരാഴ്ച ഇടിച്ച് നെയ്യെടുത്തല്ലൂടെ ഇട്ടില്ല. എടാ, അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ കയറിൽ തേക്കാൻ നെയ്യെടുത്താന്ന്. കയറിൽ നെയ്യ് തേക്കൂ? പിന്നെ ഇത് സുഖിച്ച് നിനക്ക് മരിക്കണ്ടേ? അല്ലാതെ എങ്ങനെ നീ മരിക്കുന്ന? ഇത് സുഖിച്ച് തേക്കണമെങ്കിൽ നെയ്യ് തേക്കണം. വേദന എടുക്കൂ? വേദന എടുക്കും. അയ്യോ, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇതിനകത്ത് കിടക്കണ ആളല്ലേ, അപ്പൊ ഞാൻ എന്തിനാ നെയ്യ് കൊണ്ടുവരണം? ഇതൊക്കെ ഇവരല്ലേ തരേണ്ടത്? സർക്കാരിന് അതിനുള്ള അനുമതിയില്ല. നെയ്യ് നിനക്ക് സുഖമായിട്ട് മരിക്കണമെങ്കിൽ നീ നെയ്യ് കൊണ്ടുവരണം. സർക്കാരിന് അതിനുള്ള അനുമതിയില്ല. ഇതെന്തോ നിയമമാണെന്ന്. മൊത്തത്തിലെ നിയമങ്ങളും കുളമാണ്. ഈ നിയമങ്ങളൊക്കെ മാറ്റേണ്ട അവസ്ഥയായി. നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ ഞാൻ വല്ല അധികാരത്തിൽ വേണമായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ ഫസ്റ്റ് ഞാൻ എടുത്തങ്ങ് മാറ്റിയാണ്. പിന്നെ അതെന്തേ നേരെ 9 +2. അതെന്തിന്? 4 പ്രാവശ്യം എഴുതിയടാ. ഒരു അറ്റം കൊണ്ട് പോലും ജയിച്ചില്ലെന്ന്. നമുക്ക് ദേഷ്യം വരൂല്ലേ? എടുത്ത് കളയണത്. ഇതൊക്കെയാണോ മാറ്റങ്ങൾ? പിന്നെ മാറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ വികസനം കൊണ്ടുവരണം. ഞാനെങ്ങാനും അധികാരത്തിലും അല്ല ഇരുന്നിരുന്നെങ്കിൽ നല്ല കിടിലം മാറ്റങ്ങൾ വരുത്തിയാണ്. എന്ത് ടോളെടുത്ത് കളയും. നല്ല കാര്യം. സത്യം പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് നീ പറഞ്ഞ സത്യം. ഇവിടുത്തെ ടോളാണ് എടുത്ത് കളയുന്ന? ഞാൻ ഈ ഹോർമോസ് കടലെടുക്കിലെ ടോളെടുത്ത് കളയും. എവിടുത്തെ ഹോർമോസ് കടലെടുക്കിലെ ടോളെടുത്ത് കളയും. ഇടവ താമസിക്കുന്ന നീ ഇറാനിലുള്ള ഹോർമോസ് കടലെടുത്ത് കളഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? വെയിറ്റ് നോക്കിയായിരുന്നു നിന്റെ? വെയിറ്റ് നോക്കിയായിരുന്നു? എനിക്കെന്തിന് വെയിറ്റ്? ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്നെ തൂക്കിക്കൊല്ലും. ചാവാൻ കിടക്കണം. ഞാനെന്തിന് വെയിറ്റ് കാണിക്കണം? നിങ്ങൾക്ക് വെയിറ്റ് കാണിക്കാം. ഒരാളെ കൊല്ലാൻ വന്നതാണ്. ഇച്ചിരി വെയിറ്റ് ഒക്കെ ആയിട്ട് ഇല്ല. അതല്ല പറഞ്ഞ ഫുള്ള് നിന്റെ ബോഡി വെയിറ്റ് ചെക്ക് ചെയ്തായിരുന്നോ? ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യണോ? അതെന്തിന്? ബോഡി വെയിറ്റ് ചെയ്തൊക്കെ ഏതെങ്കിലും തൂക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചുമ്മാ അതിനൊന്നും സമയമല്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അല്ലല്ല, സൂപ്രണ്ട് പറഞ്ഞു. കാര്യം അങ്ങനെയാണ്. അതെന്താ സാറേ? അല്ല, എന്നെക്കാൾ പൊക്കവും വണ്ണമുള്ള ആരെ കണ്ടാലും ഞാൻ സല്യൂട്ട് അടിക്കും. സാറേ, ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിരിക്കട്ടെ, വെളിയിൽ പറയരുത്. എനിക്കാണ് നാണക്കേട്. ഇത് നീ പറഞ്ഞപ്പോ എനിക്കും ഒരു നാണക്കേട് പോലെ. സാർ എന്ത് പണിയാ കാണിച്ചത്? ഒരു ഉത്തരവാദിത്തം വേണ്ടേ? എത്ര സമയം കൊണ്ട് ഞാനും ഇങ്ങേരും കൂടെ പോസ്റ്റ് ആയിട്ട് നിൽക്കണം അറിയാം? ചേട്ടാ, വെളുപ്പിന് 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഈ യൂണിഫോം തേച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭാര്യ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറയുവാണ്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് വീട്ടിലെ അടുക്കളയിലെ പണി എല്ലാം ചെയ്ത ടൈലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് പോയാ മതിയെന്ന്. അയ്യേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സംഭവം ഓർത്തു കഴിഞ്ഞാൽ വൃത്തികെട്ട പരിപാടിയാ. പക്ഷെ ഒരു കാര്യം, ഒരു കുടുംബ ജീവിതത്തിൽ ഈക്വാലിറ്റി ഉണ്ട്. കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഭാര്യയെ സഹായിക്കാം. കുറച്ച് ജോലിയാ? എടാ, ഇതൊക്കെ ചെയ്യുന്ന മുമ്പേ ചന്തയിൽ പോയി മീൻ മേടിച്ച് വെട്ടി കറി വെച്ച് പുട്ടും പുഴുങ്ങി തേങ്ങയും ചിരണ്ടി വെള്ളവും കോരി വെച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവള് പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നത് ഈ പണി കൂടെ ചെയ്തിട്ട് പോയാ മതിയെന്ന്. ദേഷ്യം വരുത്തില്ലടാ. ആർക്ക്? അവക്ക്. അതെന്തിന്? ഇതൊക്കെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അടുക്കളയിൽ 1 man show ആണല്ലേ സാറേ? ചെയ്യിപ്പിച്ച് ഞാനും ഇതൊക്കെ തന്നെ. കാലോടെ വെള്ളം കോരി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇവന്റെ പിന്നെ പൊക്കം നോക്കിയായിരുന്നോ?
ഇവന്റെ ഹൈറ്റിന്റെ ഇതെടുത്തായിരുന്നു ഹൈറ്റ് എന്തോ സാറേ, സാറിന്റെ തൊപ്പി മാറ്റിയാൽ സെയിം ആയിരിക്കും രണ്ടുപേരും. അപ്പൊ അതല്ല, എനിക്ക് എന്റെ ഹൈറ്റ് എനിക്കറിയാം, 170 സെന്റിമീറ്റർ. നീ പറഞ്ഞാ പോരാ, ഇതിനൊക്കെ നിയമമുണ്ട്. ഹൈറ്റ് നോക്കടോ. അല്ല ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത് ഇക്ലി. ഇവിടെ താമസം എവിടെ? ഞാൻ മുട്ടം മറ്റേ ഇതുണ്ടല്ലോ മെട്രോ, അതിന്റെ അവിടെ. ഫില്ലർ നമ്പർ 22. പില്ലർ നമ്പർ എവിടെ കണ്ടിട്ടുണ്ട്? ചുമ്മാ അതൊന്നും പറയല്ല, എന്റെ കല്യാണം പോലും കഴിച്ചിട്ടില്ല, അതിന്റെ ഇക്ലിയാണ്. പിന്നല്ലാതെ കല്യാണം കഴിച്ചിട്ടില്ല, അതിന്റെ ഇക്ലിയാണ്. അളവെടുക്കാൻ സമ്മതിക്കില്ലെന്ന് പുള്ളി. വെളുപ്പിലെ 4 മണി കഴിയുമ്പോ ഇവന്റെ ഇക്ലി മാറും. സാറ് എന്താ പറയാ, എനിക്ക് സമയം പോകുന്നത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടാ 4 മണിക്ക് കഴിയുന്ന കറക്റ്റ് ടൈമാണ്. ഇതിനൊക്കെ റൂൾ ഉണ്ട്. 4 മണിയാവുമ്പോ നിന്നെ കറക്റ്റ് ആയിട്ട് തൂക്കും. മനസ്സിലായില്ലേ? അടിപൊളി. അത് കഴിഞ്ഞാൽ പിന്നെ തൂക്കാൻ പറ്റത്തില്ല. എന്നല്ലേ? എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കേസ് കെട്ട് എങ്ങനെയായിരുന്നടാ? വിവരമുണ്ടോ സാറേ? 10-15 വർഷമായിട്ട് ഇതിനകത്ത് കിടക്കുകയാണ്, അടച്ചിട്ടിങ്ങനെ. എനിക്ക് അവിടെ നിന്ന് കേസ് ഇട്ടുണ്ടാവാൻ, വെളിയിൽ കൂടെ നടക്കണം. നിങ്ങൾക്കല്ലേ കേസ് ഇട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കേസ്. എന്റെ കേസ് ഇട്ട് നീ പറയേണ്ട കാര്യം എന്താ? എനിക്ക് ഒരാളെ ഉള്ളു, പത്തനിപ്പാലം ബീന, അതെന്റെ ഭാര്യ. എന്തൊക്കെ വിവരങ്ങളാണ് വിളിച്ച് പറയുന്നത്? കേസ് ഇട്ട് എന്റെ ദൈവമേ, അതല്ല പറഞ്ഞത്. പിന്നെ ഇവൻ ഇവിടെ പ്രതിയാകാൻ കാര്യമുണ്ട്, ഇവരുടെ കേസ് ഉണ്ടാവുമല്ലോ. ആ കേസ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കേസൊന്നും അറിയാതെയാണോ തൂക്കി കൊല്ലാൻ പോണത്? എടാ ഇതൊക്കെ എഴുതി ഒരു ഫയലിനകത്ത് സൂക്ഷിച്ചാണ്. ഏതോ വൃത്തികെട്ട പോലീസുകാരൻ ഉണ്ണിയപ്പം പൊതിഞ്ഞോണ്ട് പോയടാ ആ പേപ്പറിനകത്ത്. ആ പോലീസുകാരനെയാണ് ആദ്യം തൂക്കി കൊല്ലാനുള്ളത്. പിന്നെ കേസ് അറിയണം, അത്രയല്ലേ ഉള്ളൂ. കേസ് പറ, നീ കേക്കട്ടെ. അമ്മ, എന്റെ അമ്മ എന്നെ കുളിപ്പിക്കുമായിരുന്നു, എനിക്ക് ആഹാരം തരുമായിരുന്നു, എന്നെ താരാട്ട് പാടി ഉറക്കുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള അമ്മമാരെല്ലാം ചാക്കി കെട്ടിയിട്ട് മക്കളെ അടിക്കുവാണോ ചെയ്യുന്നത്? എടാ ചുമ്മാ ഇരിക്കടാ. എല്ലാ അമ്മമാരും ചെയ്യുന്നല്ലേ. നീ ഇതിന്റെ ഇടയ്ക്ക് അവൻ കഥ പറയട്ടടാ. അവന്റെ കേസ് അറിഞ്ഞാലേ എനിക്ക് ഫയൽ ശരിയാക്കാൻ പറ്റുള്ളൂ. എടാ 4 മണിക്ക് മുമ്പ് ഇവനെ തൂക്കണം. ഇവിടെ എനിക്ക് തൂക്കിയിട്ട് പോണം സാറേ. തൂക്കിയിട്ടിട്ട് എവിടെ പോണ? നീ തൂക്കിയിട്ട് പോയാ മതി. നീ ഞാൻ പറയണോ വേണ്ടേ? അയ്യോ അനിയാ പറയാ നീ. അങ്ങനെ എന്റെ അമ്മ എന്നെ താരാട്ട് പാടി ഉറക്കുമായിരുന്നു. അങ്ങനെ പാടി ഉറക്കി അങ്ങനെ ഞാൻ അങ്ങ് വളർന്നു. അങ്ങനെ വളർന്ന് വലുതായപ്പോഴേക്ക് എന്റെ അച്ഛന് ആസ്മ. നീ വളരണ്ടായിരുന്നടാ. എന്തിനാടാ നീ വളർന്നത്? അങ്ങേർക്ക് ആസ്മ വരത്തില്ലായിരുന്നടാ. ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ പറയില്ല. അല്ല നിങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വാ മാഷെ, നമുക്ക് തൂക്കി. പിണങ്ങലടാ, സമയം കൊണ്ട് 4 മണി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. എന്റെ പറയട്ടെ. അങ്ങനെ ഞാൻ വളർന്ന അച്ഛന് ആസ്മ വന്നു. ആസ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു, അമ്മ അച്ഛനെ ഹൈദരാബാദിൽ കൊണ്ടുവന്ന് മീൻ വിഴുങ്ങിച്ച് കഴിഞ്ഞാല് ഈ ആസ്മ മാറുമെന്ന്. തന്നെ ഹൈദരാബാദിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ. അതെ അതെ. ഹൈദരാബാദ് വരെ പോകാനുള്ള പൈസ ഇല്ലാത്തൂരില്ലായിരുന്നു. അങ്ങനെ ടാങ്കി കിടന്ന സിലോപ്പിയ മീൻ എടുത്ത് അമ്മ കൊടുത്ത് അച്ഛൻ അത് വിഴുങ്ങി അതിന്റെ മുള്ളിങ്ങനെ വിടർന്ന് തൊണ്ടേ കുരുങ്ങി. അങ്ങനെ അതിനുശേഷം അച്ഛൻ കഴിക്കുന്ന ഈ ആഹാരം എല്ലാം ഈ മീൻ കഴിച്ച് വലുതായി അവിടെ ഇരുന്ന് തൊണ്ട ഇറിവി അച്ഛൻ ശ്വാസം മുട്ടി ചത്ത്. അങ്ങനെ ആ കള്ളക്കളവ് ഈ പോലീസ് ഒന്നും പറഞ്ഞു കൊടുത്ത് ഞാനാണ് മീൻ എടുത്ത് കൊടുത്തതെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ നടക്കുന്നത്, അച്ഛനെ കൊന്നെന്നും പറഞ്ഞോണ്ട്. അറിയാവോ? എത്ര വർഷം കൊണ്ട് നീ ഈ മീനെ വളർത്തുന്നുണ്ടടാ? ഞാൻ 1.5 വർഷം കൊണ്ട് വളർത്തണം. എടാ അതിന് നീ ശകലം തീറ്റയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നിന്റെ അച്ഛന്റെ അണ്ണാക്കി കയറിയിരുന്ന് നിന്റെ അച്ഛൻ കഴിക്കുന്നേക്ക് അത് കഴിക്കുമായിരുന്നടാ. നിന്റെ പേരിൽ ഒരു കേസ് കൂടെ എടുക്കേണ്ടി വരും. ഏത് കേസ്? മീനെ പട്ടിണി കിടത്തി കൊന്നേന്. കേരള പോലീസിന് കേസെടുക്കുക എന്തെല്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കേസാണ് സാറേ, എന്നെ വെറുതെ വിട്ടുകൂടി. എടാ നിന്നെ വെറുതെ വിടണമായിരുന്നെങ്കിൽ നീ ഈ കേസിൽപ്പെട്ട് അകത്ത് വരുമ്പോ നല്ല നടപ്പ് നടക്കണമായിരുന്നു. എടാ നിന്റെ ഭാഗത്താണ് തെറ്റ്. നല്ലൊരു ലൈഫ് ബോയ് സോപ്പ് ഇട്ട് നല്ലപോലെ കുളിച്ചിട്ട് ഇടതോട്ട് കോതി വെച്ചിട്ട് ടിപ് ടോപ്പിൽ ഒരു നടത്ത വെച്ചു കൊടുക്കാത്തത് സാറിന്റെ മുമ്പാ. അങ്ങനല്ല പറഞ്ഞത്. നല്ല നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നടക്കുക. ജയിലിൽ കന്നു കഴിഞ്ഞാൽ എല്ലാരുമായിട്ട് സ്നേഹിച്ച് നല്ല രീതിയിൽ പോവുക. അതാണ് നല്ല നടപ്പ്. ഇവൻ എന്താ കാണിച്ചെന്നറിയാം? എന്താ കാണിച്ചേ? സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തുമല്ലോ. ഇവൻ പറഞ്ഞു ഇവൻ സ്പോർട്സിൽ ബമ്പരാണെന്ന് പറഞ്ഞു. എന്താ ചെയ്തെന്നറിയാം? എന്താ സാറേ? എവിടെ കിടന്നൊരു വലിയ കാറ്റാടിക്കട എടുത്തോണ്ട് വന്ന് കുത്തി ബാഹുബലി ചാടുന്ന പോലെ മതിൽ ചാടി ഒറ്റ പോക്ക്. അപ്പൊ അന്ന് ഓടിയിട്ട് ഇന്നാണ് ഇവിടെ വന്നാ? എവിടെ? പിന്നെ ഞാൻ വിചാരിച്ച ആ പോക്ക് പോയെന്ന്. പക്ഷെ ചാടിച്ചെന്ന് വീണത് ഇങ്ങോട്ടും മലക്കറി കൊണ്ടുവരുന്ന ലോറിക്കകത്ത്. അവര് കൊണ്ടുവന്ന് കിച്ചണിൽ തട്ടിയിട്ട് പോയി. എടോ ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ആ ആന്ധ്രാക്കാരന്മാർ അരി കൊണ്ടുവന്ന വണ്ടി ചാടിയിരുന്നെങ്കിൽ അവിടെയെങ്കിലും പോയി അരി വിറ്റെങ്കിലും ജീവിക്കായിരുന്നു. അത് എന്തിന് നേരെ ഇങ്ങനെ ഈ പച്ചക്കറിയിലേക്ക് എടുത്ത് ചാടിക്കൊടുത്തു? സാറേ ഞാൻ ഒരു കാര്യം പറയാം. നിന്ന് പുഴുക്കാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അതാണ് ഞാൻ ആലോചിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? 4 മണിയാകുമ്പോ നിന്നെ തൂക്കണമായിരുന്നു. അതാണ്. അതെ. ആഗ്രഹം വല്ലോണ്ടേ പറഞ്ഞ പോലെ നിനക്ക് ആഗ്രഹം വല്ലോണ്ടേ? ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചു തരാനൊന്നും പറ്റുന്നു. എന്റെ പൊന്നുമോനെ, മെട്രോ സ്റ്റേഷനിൽ നിന്റെ വീടിന്റെ വാതിക്കെ കൊണ്ട് പണിയണമെന്ന് പറയരുത്. ഇല്ല. അതിനേക്കാളും വേറെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ആഗ്രഹം വല്ലോ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു ആഗ്രഹം. പറ. എനിക്കൊരു പാട്ട് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. പാട്ടോ?
പാട്ടെന്തോ വീട്ടിലെ പാട്ട് തന്നെ ഇപ്പൊ എത്ര പാട്ട് വേണം ഞാൻ പാടുന്നില്ലേ പുത്തം പുതുക്കാലം പുത്തമിട്ട നേരം കൊലുസുട്ട മോഹങ്ങൾ എഴുന്നള്ളും നീരുവഴിയേ വാ 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 സമയം സാറേ ഇതെന്താ സാർ ഇങ്ങനെയാണോ ആ സമയം എടാ എന്ത് പാടാ? എന്താ സാർ നമ്മൾ തൂക്കിയിട്ട് പോണം സാറേ എടാ മൊബൈലിനകത്തെങ്കിലും ഒരു പാട്ട് വെച്ച് കൊടുക്കും. മൊബൈലിലെ പാട്ട് എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് ഒരു ഫീമെയിൽ പാട്ട് വേണം. പെണ്ണുങ്ങൾ പാടുന്ന പാട്ട് വേണം. ഓ ഇനി ഈ വെളുപ്പാൻ കാലത്ത് ഞാൻ നിനക്ക് പെണ്ണിനെ എവിടെയെങ്കിലും പോയി കൊണ്ടുവന്നിട്ട് പാടിക്കാം. സാറൊരു പെണ്ണ് പോക്കർത്തരം പറഞ്ഞ ഇടിച്ചതിന്റെ ഡിസ്ക് ഞാൻ വെള്ളത്തിലാക്കും. അതല്ല, സാറൊരു പെണ്ണിന്റെ പാട്ട് എനിക്ക് കേൾപ്പിച്ച് തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിപ്പോ പെണ്ണിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വനിതാ പോലീസ് ഉണ്ടാവും. പെണ്ണിന്റെ പാട്ടെന്നൊക്കെ പറയുമ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ. അലക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി പേരാമ്പൽ ഞാൻ ദാഹജലം തരുമോ. മൂത്ത മോനെ കണ്ടിട്ടുണ്ടോ? ജിമ്മ കേട്ടാ ദാഹജലം തരുവാ. സാറ് പാടാനാണ് ഞാൻ പറഞ്ഞത്. നീ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് പറയുന്നത്? 4 മണി കഴിഞ്ഞാൽ നിന്നെ തൂക്കാൻ പറ്റത്തില്ലടാ. എനിക്ക് ഈ ആഗ്രഹം ഇല്ല, എനിക്ക് ഈ ആഗ്രഹം വേണ്ട. പിന്നെ വേറെ ഏതാ ആഗ്രഹം ഒന്ന് പറ. സാറേ ജീവിതത്തിൽ ഞാൻ വലിയ സന്തോഷമൊന്നും അനുഭവിച്ചിട്ടില്ല. സിഗരറ്റ് വലിച്ചിട്ടില്ല, അങ്ങനെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചാവണേന് മുമ്പ് ഒരെണ്ണം അടിച്ചാൽ കൊള്ളുന്നുണ്ട്. സംഭവം നീ പറഞ്ഞതിനകത്ത് എനിക്ക് കുറച്ച് മനസാക്ഷിയൊക്കെ ഉണ്ട്. കാരണം ഞാൻ സൂപ്രണ്ടായി പോയി. പക്ഷെ ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല, മനസ്സിലായ? മദ്യം ഇവിടെ അലൗഡ് അല്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു പക്ഷേ ഇതൊക്കെ ആയിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ കോഴിയെ കണ്ടിക്കാൻ വന്നല്ലേ, ഇവനെ തൂക്കാൻ വന്നതാണ്. ഞാനും മനുഷ്യനാണ്, ധൈര്യം വേണം എനിക്ക്. കൊള്ളാം. ഇതായ കൊണ്ട് മാത്രം എനിക്ക് എന്റെ പെർമിഷനോടെ അല്ല, മനസ്സിലായില്ലേ? കേട്ടോ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. പെട്ടെന്ന് തീർക്കാം സാറേ. ഒന്നുമില്ല, സിമ്പിള്. നല്ല നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. മിക്സ് ആണ് ചേട്ടാ, അതെ വെള്ളം മിക്സ് ആണ്. അത് നന്നായി. ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല സാറേ. എന്താടാ ആദ്യമായിട്ടാണ്. ഒരു കമ്പനി ഇല്ലാതെ എങ്ങനെ സാറേ കഴിക്കും? എടാ ഇത് നിനക്ക് ഞാൻ പറഞ്ഞു. അമ്മനൊരു കമ്പനി കൊടുത്ത കഴിയടാ. ഏറ്റവും നല്ല കമ്പനി ഞാനല്ലേ. അല്ല അങ്ങനെയല്ല, ഇത് കൂടെ ഒരാൾ കൂടെ കഴിക്കുമ്പല്ലേ. എന്റെ പൊന്നെ, ഇത് അതെ മറ്റേ അപ്പനും അമ്മയ്ക്ക് കൊടുക്കണ്ടേ? എന്തിന് അപ്പന് കൊടുക്കണ്ടേ? അവര് ചോദിച്ചിരുന്നപ്പോ അവരെനിക്ക് തന്ന. അവരൊറ്റയ്ക്ക് വേണ്ടി ചോദിച്ചു കുടിച്ചിട്ട് ഞാൻ കൊടുക്കണം എന്തിനാ? അപ്പൊ അടി 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 കട്ട കഴിക്കണം. അടി 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 അടി. ഒരു മണം ആണോ? ഒരു സ്മെല്ല് എനിക്ക് ആദ്യമായിട്ടാവണ്ടേ. ഇത് നടക്കൂല. മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടടി. മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടടിയടാ. മൂക്ക് പൊത്തിയടി. ചാറ്റമുട്ടി ചാകും. ഇവിടെ തൂക്കാൻ പറ്റത്തില്ല. അതിനു സ്വന്തമായിട്ട് ചാകുമെന്ന് തോന്നുന്നു. ഇത് എനിക്ക് പറ്റില്ല. അതാണ് ഒരു മണം. മൂക്ക് പൊത്തിയടി അറിഞ്ഞൂടെ? എന്ത് പറയുന്നത്? ഇതാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആണുങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്റെ ഭാര്യയുടെ പേര് ഞാൻ അങ്ങ് ഓർക്കും. നോക്കിക്കോളണേ. പാവൂക്കോണം ബീന. അറിയാതെ ഇറങ്ങിപ്പോ ഒരു സ്മെല്ലും ഇല്ല. പിന്നെ പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും ഭാര്യയുടെ പേര്? ഹലോ, എങ്ങനെ ഈ ഭാര്യയുടെ പേര് ഓർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇറങ്ങിപ്പോവോ? പിന്നെ അവരെ മുഖം ഡ്യൂട്ടിയിലായിപ്പോയി. ഡ്യൂട്ടി ഏതെങ്കിലും ബാറിൽ ചെന്ന് ഗ്രേസി എന്നും പറഞ്ഞടിക്കണം. അല്ല എനിക്ക് അടിയടാ അടി ഇതിനൊക്കെ കൊള്ളാം. എന്തിനാടാ കണയുന്നത്? സമയം പോണടാ. സാറേ, ഒരച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മോനാ ഞാൻ. നമ്മളാ സമ്മതിക്കാത്ത. എനിക്കൊരു ചേട്ടന്റെ സ്നേഹം കിട്ടിയിട്ടില്ല സാറേ. വേറെ ആരുമില്ലേ? ഇല്ല. ഇങ്ങോട്ട് നോക്കടാ. എവിടെ? എന്റെ ചേട്ടനാണ് ഇരിക്കുന്നത്. ചേട്ടനാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്റെ ചേട്ടനാ സാറേ. എന്റെ ചേട്ടാ. ഓ കഴി കഴി കഴി. ഈ അനിയനെ കൊല്ലോ ചേട്ടാ. ഈ അനിയനെ ചേട്ടൻ തൂക്കി കൊല്ലോ. ചേട്ടാ ഇതോടെ കൂടി കൊല്ലണമെന്ന് പറഞ്ഞാ ചേട്ടൻ പറ. ഈ അനിയനെ തൂക്കി കൊല്ലോ ചേട്ടാ. അതെങ്ങനെയാടാ എന്റെ കൂടെ പറഞ്ഞ ഞാൻ തൂക്കി കൊല്ലുന്നു? അത് ഞാൻ സമ്മതിക്കോ? അത് തന്നെ. അത് കൊല്ലാൻ പറയുന്നവൻ ആദ്യം ഞാൻ കൊല്ലും. ഈ സാറാണ് കൊല്ലാൻ പറയണത്. എന്റെ അനിയനെ തൂക്കി കൊല്ലുന്നു സാറ്.
എന്റെ അനിയൻ സാറിന് തൂക്കിക്കൊല്ലും. എടാ നീ ആരാച്ചാരൻ, ഇവന് ഇപ്പം 4 മണിക്ക് തൂക്കണം. അതെന്തിനു തൂക്കണം? നീ തൂക്കിട്ട് പോടാ. സാറിനെ ഞാൻ തൂക്കിക്കൊല്ലും. അതിന് തൂക്കിക്കൊല്ലേണ്ട കാര്യം എന്തോ? എന്റെ അനിയനെ തൂക്കിക്കൊല്ലേണ്ട കാര്യം എന്ത്? അതെന്ത് വർത്താനാണ് പറയുന്നത്? പിന്നെ എടാ ഇവനെ ഇന്ന് തൂക്കണ്ടതാണ്. 4 മണി കഴിഞ്ഞാൽ അത് പറ്റില്ല, എന്റെ ജോലി പോവും. ഞാൻ അവനെ തൂക്കാൻ സമ്മതിക്കത്തില്ല. അവൻ നല്ലൊരു ചെറുപ്പം. സാറേ എടാ അങ്ങനെ പറഞ്ഞ ഞാനൊരു കാര്യം പറയാം, ഇത് നടക്കൂല. ഞാൻ അങ്ങ് തൂങ്ങിച്ചാത്തല. അയ്യോ ഇത് ഒരു ബാലൻസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് എടുത്തു നീ എന്താ balance? ഒരാൾ ഒറ്റയ്ക്ക് അങ്ങ് ചാടിക്കരുത്. ഇത് ഞാനല്ലേ ഇത് ബാലൻസ് ചെയ്ത് ആ കയറൊക്കെ പിടിച്ചു വെച്ചത്. അത് ഒരു ബാലൻസ് ഉണ്ടാ. റൂൾ ഉണ്ട്, റൂള്. നിനക്ക് ഒറ്റക്ക് ചാവാൻ പറ്റൂല, ഇവ സഹായിക്കണം. കൊല്ലണ്ട, എന്റെ അനിയനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ആ കഴിഞ്ഞു. എന്ത് സമയം കഴിഞ്ഞ് അങ്ങോട്ട് നോക്കും, അതിൽ നോക്ക്. സമയം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എത്ര സമയം? 4 മണി 4 മണി കഴിഞ്ഞ്. അതുകൊണ്ട് ഇനി എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റൂല. കൊല്ലണ്ട സാർ. അങ്ങനെയാണല്ലോ വിധി. സാർ ആദ്യം പറഞ്ഞായിരുന്നു 4 മണി കഴിഞ്ഞ് എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? എടാ ഇതിപ്പോ എന്ത് പണിയാണ് ഈ കാണിച്ചത്? നീ ഒരുത്തനാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. നീ ഒരുത്തനാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. നീ ഒരുത്തനാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടിച്ചാന്റെ പേടഞ്ഞാൻ സാറിന്റെ ജോലിയും പോവും. എന്റെ ജോലി എങ്ങനെ പോവും? നമ്മൾ 3 പേരെ അത്ര അല്ല, ഒരാളും കൂടി ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതാര്? ഇരിക്കുന്ന CCTV. അപ്പൊ എന്റെ തൊപ്പി ഗോവിന്ദ്. സെൽവൻ ചേട്ടാ, സജി ചേട്ടാ, രാജ്മോഹൻ ചേട്ടാ, അവിടുത്തെ വിധി നടന്നില്ല. നമുക്കിനി ഇവിടുത്തെ വിധി അറിയാം. നേരെ പോകാൻ കാര്യക്കാരിലേക്ക്. സ്റ്റാർട്ടിംഗ് വിത്ത് ഷാജി ചേട്ടൻ. നല്ല രസമായിരുന്നു സ്കിറ്റ്, നല്ല രസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഈ പറയുന്ന വലിയ വിഷയങ്ങളൊന്നും അതിനകത്ത് ചർച്ചയില്ല. പക്ഷെ ആ 3 പേരുടെ ഒറ്റ ആ തൂക്കിക്കൊല്ലൽ വിഷയം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഉള്ള രസകരമായ മൂന്ന് എല്ലാം കൗണ്ടറുകളൊക്കെ നല്ലതായിരുന്നു. അതിനിടയ്ക്ക് തെറ്റിപ്പോകുന്ന ക്ലിയർ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ്. എനിക്കത് എക്സ്പീരിയൻസ് ഇല്ല. ഓൾറെഡി പ്രചോദനമൊക്കെ പിന്നെ നേരത്തെ അറിയുമ്പോൾ നേരത്തെ ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി തെറ്റിയിട്ടാണെന്ന്. പക്ഷേ അതൊക്കെ നമുക്ക് രസകരമായിട്ട് തോന്നിയല്ല. അതുപോലെ തന്നെ രാജുവിൻ്റെ ആ ഒരു SI പോർഷൻ അടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പുള്ളിയും കൂടെ ചേർന്ന് അടിക്കുമെന്ന് വിചാരിച്ചു, 3 കൂടെ. അതാണ് ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ്സിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ 3 പേരും കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. സ്കിറ്റിൽ കൗണ്ടറുകൾ കൂടുതലാണോ കുറവാണോ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഫുള്ള് നിങ്ങളിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ആയി. അതാണ് ഈ സ്കിറ്റിൻ്റെ ഒരു പ്രത്യേകത. എനിക്കിഷ്ടമായി. ഗുഡ്, ഓൾ ദി സെൽവ, സജി, രാജിമോനെ, സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു. സ്കിറ്റ് ശരിക്കും എൻജോയ് ചെയ്തെന്നുള്ളതാണ്. ഇതിനകത്ത് ഭയങ്കര എന്താ പറയുക, നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യും, സ്ക്രിപ്റ്റ് പഠിക്കും, കാണാതെ പഠിക്കും, ആഴ്ചകളോളം റിഹേഴ്സൽ ചെയ്യും. ചിലപ്പോൾ ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് പാളിപ്പോകാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു നിങ്ങളുടെ 3 പേരുടെയും കാര്യം. നമ്മൾ ഈ ഐറ്റം വേറെ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ കോമ്പിനേഷൻ ടീമുകളൊക്കെ ചുമ്മാ ആലോചിക്കും. ഇവർ വന്നിരുന്നെങ്കിൽ അങ്ങനെ വന്ന ഒരു 3 പേര് കിടിലം 3 ആർട്ടിസ്റ്റുകളാണ് ഈ നിൽക്കുന്ന 3 പേരും. ഐറ്റം വേറെയിൽ ഒരു കോമ്പിനേഷൻ ടീം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇതിനകത്ത് വലിയ ഹ്യൂമർ ഉണ്ടോ അതോ ഭയങ്കര സംഭവമാണെന്നുള്ളതല്ല, നിങ്ങളുടെ ഓരോ മൊമെൻറ്റും നമുക്ക് ചിരി തന്നു. പക്ഷേ ഷാജി പറഞ്ഞു ഞാൻ ചിരിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ പ്രസൻസിൽ പറയേണ്ട സാധനങ്ങൾ ഇന്നതായിരുന്നു. അപ്പോൾ ചില സാധനം ഇട്ട് കൊടുക്കും, അതല്ലേ ഇത്. അപ്പം ഇത് നമുക്കറിയാൻ പറ്റും. കാര്യം നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ ഐഡിയ എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ ചിന്തിക്കാത്ത ഒരാളെ കൊല്ലുന്ന ഒരു സാധനത്ത്, അതായത് സീരിയസ് ഇഷ്യൂ ആണ്, പുറകെ നിൽക്കുന്ന ഒരു തൂക്കുകയറിൻ്റെ ഫ്രണ്ടിൽ കിടന്നൊരു കോമഡി കളിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ് ശല്യ. അത് അടിച്ചേൽപ്പിക്കുക പറയുന്നത് നമുക്ക് മരണവീട് അവിടെ എന്തൊക്കെ കോമഡി ചെയ്യാം എന്നുള്ളൊരു സാധനം വളരെ കാര്യം. ഞാൻ ഈ അടുത്തിടെ മോഹിനിയാട്ടം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. അതൊരു ഡാർക്ക് ഹ്യൂമറാണ്. പക്ഷേ ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള കാരണം വെച്ചാൽ അതിനകത്ത് ഹ്യൂമറാണ്. ഇതും നിങ്ങൾ ഈ ബാക്കിൽ ഈ ഒരു സാധനം ഭയങ്കര സീരിയസ് ഡാർക്കാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെയ്തൊരു സാധനം. പിന്നെ ഞാൻ ചിരിച്ചു പോയ സാധനം ഈ സെൽവൻ കുപ്പി തുറന്നപ്പോഴേ ഇവിടെ ആഹ്ലാദമുണ്ട്. ആഹ്ലാദത്തിനിടയ്ക്ക് ഈ അടിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഈ ബന്ധം വർക്കൗട്ടെ ആരിവനെ തൂക്കിക്കൊള്ള ഞാൻ സമ്മതിക്കില്ല പറയുമ്പോൾ ഈ രാജ്മോൻ വന്നിട്ടേ ഈ വൈഫിൻ്റെ പേര് പറഞ്ഞ് അടിച്ചാൽ പെട്ടെന്ന് തുടങ്ങി. കാര്യം ഇവിടെ സീരിയസ് ആയിട്ട് അങ്ങനെ ഓരോ പ്ലേസ്മെൻറ്റ് ഭയങ്കര രസമായിരുന്നു. അത് കണ്ടിരിക്കാൻ നമുക്ക് തോന്നും, നമുക്ക് എൻജോയ് ചെയ്യാൻ. നിങ്ങളും എൻജോയ് ചെയ്ത് കളിച്ചു, നമ്മളിവിടെ എൻജോയ് ചെയ്യുന്നുള്ളതാണ്. ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഒരു പരിപാടി ഉണ്ട് ഇതിനകത്ത്. അത് നിങ്ങൾ 3 പേരും നന്നായിട്ട് വർക്ക് ചെയ്തു. രാജമനെ അടിപൊളിയായിരുന്നു, സജി അടിപൊളിയായിരുന്നു. കാര്യം സജിയുടെ സീരിയസ്നെസ് ഒക്കെ സജി പൊറുതിമുട്ടിട്ട് ഇത് ഞാൻ തൂങ്ങിച്ചാവുകയെ എന്ന് പറയുമ്പോഴും അതിനകത്തൊരു പുള്ളി കൃത്യം പാലിക്കുന്നുണ്ട്. പിന്നെ 4 മണി കഴിഞ്ഞു പറഞ്ഞപ്പോൾ ഇവിടുന്ന് തന്നെ കൈയടിച്ചു. കാരണം നിങ്ങളെ തൂക്കി കൊല്ലരുതെന്നൊരു ഒരു സാധനം നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ തന്നു എന്നുള്ളതാണ്. അത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങൾ 3 പേരും നല്ല വൃത്തിയായിട്ട് പെർഫോം ചെയ്തു. അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീറിക്ക അടിപൊളി. നമ്മുടെ പേരിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സെറ്റപ്പ് കാണിക്കുന്നത് കേട്ടോ. തൂക്കിക്കൊല്ലാൻ പോകുന്നു, അതിൻ്റെ ലാസ്റ്റ് ആ മൂമെൻറ്റ്സ്, ആ ഒരു സമയം, അതിലേറ്റവും കൂടുതൽ ഹാപ്പി തൂക്കിക്കൊല്ലുന്ന ആൾക്കാണ്.
അവിടെ നമ്മൾ മറ്റേ ഫീലിംഗ് അങ്ങ് വിട്ടു എന്നുള്ളതാണ്. അയാളുടെ സന്തോഷം, അയാൾ ഹാപ്പിയാണ്. എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് പറയുന്നത്. കാര്യം ഈ പുള്ളി വന്ന് ആരാച്ചാർക്കും പോയിട്ട് തിരക്കുണ്ട്. പുള്ളി വീട്ടിൽ ചെന്നിട്ട് അടുത്ത ജോലിക്ക് കയറേണ്ട ആളാണ്. വീട്ടിലെ പണിക്ക് ബാക്കി പൂർത്തീകരിക്കാതെ വന്നതാണല്ലോ, അതിന് പോയി ചെയ്യേണ്ട. അപ്പം അങ്ങനെ എല്ലാവരും ധൃതിക്കാരാണ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അറിയാം. നിങ്ങൾ കുറേ മാസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സ്കിറ്റ് അല്ലാന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അറിയാം. പക്ഷേ നിങ്ങളുടെ ആർട്ടിസ്റ്റിൻ്റെ കഴിവ് കൊണ്ട് മാത്രം ഈ സാധനം ഇവിടം വരെ അതിൻ്റെ എൻഡ് വരെയും കൊണ്ട് എത്തിച്ചത്. ഗംഭീര 3 ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ പറഞ്ഞു 3 പുലികളാണല്ലോ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ നിന്ന് സംസാരിച്ചത് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ. അതിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പക്ഷെങ്കിൽ അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ചിരിക്കുമ്പോൾ അറിയാം എവിടെയോ എന്തൊക്കെയോ കല്ലുകൾ വീണിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നിങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. ഗംഭീരമായിട്ട് 3 പേരും ചെയ്തു. അടിപൊളിയായിരുന്നു. നല്ലൊരു സാധനം. പുതിയൊരു ത്രെഡ് കൊണ്ടുവന്നതിന് പ്രത്യേക കയ്യിൽ. ആ ഫീമെയിൽ സോങ് അസലായിരുന്നു മാറിയെന്നുണ്ട്. നിവർത്തിയുടെ അത് SI കഴിക്കാതിരുന്ന ഭയങ്കര ബുദ്ധിയായി. ഇതിനകത്ത് ഷെൽവൻ പെട്ടെന്ന് ചിരിക്കും അല്ലേ? അല്ല കാര്യം നസീർക്ക, ഇതിനകത്ത് ലോജിക്കൊക്കെ നോക്കിയാൽ വലിയ പ്രശ്നങ്ങളാണ് അല്ലേ? കാര്യം അത് നസീർക്ക പറഞ്ഞാലേ പോലീസുകാർ കഴിക്കാതിരുന്നാണ് അതിനകത്ത് ഏറ്റവും വലിയ മാർക്ക് എന്ന് പറയുന്നത്. എല്ലാം കൊണ്ട് മൊത്തത്തിൽ ഒരു രസമുണ്ടായിരുന്നു. ബോറിംഗ് അല്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പൊ ഗംഭീര കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എത്രയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന പ്രൈസ് മണി എന്നറിയാം. നേരെ പോകാം കാര്യക്കാരിലേക്ക്. പ്രചോദേട്ടാ, ഞാൻ ഒരു 18,000 രൂപ തരികയാണ്. 18,000. അടിപൊളി. ഷാജേട്ടാ? കുറയ്ക്കുന്നില്ല, 18,000. ഓക്കെ, അപ്പൊ 36,000 രൂപയാണ് ഇപ്പൊ മൊത്തത്തിലായിട്ടുള്ളത്. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നസീറൊക്കെയാണ്. ബാക്കി ഇതാ ആ വിധി അങ്ങോട്ട്. 4 മണി കഴിഞ്ഞു. 4 മണി നടപ്പിലാക്കി. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അടിപൊളി. ഓ, ചേച്ചിമാർക്ക് നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലോ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അപ്പൊ ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. നല്ല കിടിലം സംഭവമായിരുന്നു കേട്ടോ. തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരാൾക്ക് 70,000 രൂപ അവസാനം കിട്ടുക എന്ന് പറഞ്ഞാല് സാര പരിപാടിയല്ലേ? ഇനി വെളി പോയിട്ട് പല ബിസിനസ് ചെയ്യണ്ടേ? പിന്നെ അത് ജ്യേഷ്ഠൻ രക്ഷിച്ചു. അപ്പൊ പിന്നെ എന്തായാലും ഇനി ആകാം. അപ്പം താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംവേരയുടെ വേദിയിൽ അടുത്തതായിട്ട് കടന്നു വരാൻ പോകുന്നത് നമ്മളെല്ലാരും ഏറെ ചിരിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ്. സൺരാജ്, സതുൽ രാജ് ആൻഡ് ഷിജല രാജ്. പറയുമ്പോ വലിയ പേരാ രാജു മോട്ടോഴ്സ്. പക്ഷെ ഒരു ഫോൺ കേടുന്ന റിപ്പയർ ചെയ്യിപ്പിക്കും കൂടില്ല. അതിനും ഞാൻ തന്നെ വേണം. അല്ല ഇതവിടെ കുത്താള ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. ഇതെന്തത്? KCB BSNL ലയിച്ചാ. ഒളിച്ചിരിക്കണം. ഞങ്ങൾ പോയി ഒളിക്കും. ഞാൻ എണ്ണ 1 2 3. എടാ നീ എന്താ കളിക്കണേ? അപ്പൊ ഒളിച്ചു കളിക്കണം. എടാ ഒളിച്ച് കളിക്കണം എന്നല്ല, നമ്മൾ ഇന്ന് രാവിലെ പണി തിറക്കിയ വണ്ടിയില്ലേ, അതുമായിട്ട് ആ കസ്റ്റമർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാളെ കാണാതെ എവിടെങ്കിലും ഒളിച്ചിരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ഞങ്ങളെ ടേബിളിന്റെ അടി പോയി. എടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുതേ. ആശാനെ, ഓ ആ നീല സ്കൂട്ടറായിട്ട് വരുന്ന ആളാണോ? അതെ അതെ അതെ. നിങ്ങൾ പേടിക്കണ്ട പോരി. എടാ അയാൾ ഇങ്ങോട്ട് കേറി വന്ന ആകെ പ്രശ്നവും. അയാൾ ആ വണ്ടി ആ വളവ് തിരിഞ്ഞിങ്ങോട്ട് വരൂല. അതെന്താ അനക്ക് ഇത്ര ഉറപ്പ്? അതിന്റെ ബ്രേക്ക് സെറ്റ് ചെയ്ത് ഞാനല്ലേ. നമ്മള് കൈഫാ. വയ്യട്ടോ, എനിക്ക് വയ്യാതാ, എനിക്ക് മടുത്തിക്ക്. ടേബിളിന്റെ അടിയിൽ കൊറേ നേരം ഇങ്ങനെ വളഞ്ഞിരുന്ന ആർക്കായാലും മടുത്തു. എടാ ടേബിളിന്റെ അടിയിൽ ഇരുന്നപ്പോ മടുത്തൂന്നല്ല, നിന്നെയൊക്കെ വെച്ച് ഈ വർക്ക്ഷോപ്പ് നടത്തിക്കും മതിയായി. അതെന്താന്ന് എടാ, നിന്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഒരു 2000 രൂപ വാങ്ങിച്ചിരുന്നു. അതിന് പകരമായിട്ട് ശമ്പളം ഒന്നും കൊടുക്കണ്ട, എന്ത് പണി എടുപ്പിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു പണയ വസ്തുവായിട്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. നീയൊക്കെ പണിഞ്ഞ് ഇപ്പൊ 2000-ന് പകരം 5000 രൂപ നഷ്ടത്തിലാണ് ഈ വർഷം കൂടുന്നത്. അറിയോ? ഇതൊക്കെ വല്ല ആത്മാർത്ഥ ഉണ്ടോ അതില്? ആത്മാർത്ഥമായിട്ടല്ലേ പണി എടുക്കണേ. അയ്യോ, നിന്റെ ആത്മാർത്ഥന്റെ കാര്യമൊന്നും പറയല്ലേ. എടാ ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു വെസ്പിയും കൊണ്ടൊരു കസ്റ്റമർ ഇങ്ങോട്ട് കയറി വന്നിരുന്നു.
അയാൾ ഉച്ചക്ക് ഇന്നെ വീട്ടിക്ക് ഫോൺ വിളിച്ച് പൂരത്തെറി ഇത് മേലാൽ വണ്ടിയും കൊണ്ട് ഈ വർഷാപ്പിക്ക് അയാൾ വരൂലെന്ന്. എടാ എന്ത് മണ്ടത്തര അയാളോട് കാണിച്ചത്? മൂപ്പർ ഇങ്ങോട്ട് കയറിയെന്നാണ്ട് എന്നോട് പറഞ്ഞു നിക്കർ ലൂസാണ് നീ. ഞാൻ ഒരു കയറിന്റെ കഷ്ണം എടുത്ത് കൊടുത്ത് വരിഞ്ഞ് കെട്ടിക്കോളി പറഞ്ഞു. അതിലിപ്പോ എന്തത്ര? എടാ നിക്കർ ലൂസാണെന്നല്ല, അയാളുടെ വണ്ടീന്റെ കിക്കർ ലൂസാണെന്നാ പറഞ്ഞത്. അയ്യോ 4 നേരം നീ വെട്ടി വിഴുകണില്ലേ, അതിനുള്ളൊരു ബുദ്ധിയെങ്കിലും കാണിക്ക്. ആശാൻ അത് പറയരുത്. നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. പിന്നെ ആപ്പാൾ ആശാൻ വാങ്ങി വെച്ച ആ ബ്രെഡ് മാത്രം കഴിച്ചിട്ടുള്ളൂ. ബ്രെഡോ? ഞാൻ വാങ്ങിച്ചുന്നോ? ആ ഈ ടേബിൾ മണ്ടായിരുന്നു ഒറ്റ പീസ് ബ്രെഡ്. എന്റെ ദൈവങ്ങളെ, ബൈക്കിന് മാറ്റാൻ വേണ്ടി വാങ്ങിച്ച എയർ ഫിൽറ്റർ ഫുള്ള് തിന്നല്ലോ. എങ്ങനെയാണ് അതൊക്കെ തിന്നാൻ പറ്റുന്നത് നമുക്ക്? അതിന്റെ ഒപ്പം ജാം ഉണ്ടായിരുന്നല്ലോ. ആ അപ്പൊ ഗ്രീസിന്റെ ടിന്നും കാര്യം. എടാ ഈ തീറ്റ എന്നല്ലാതെ ഇത്രയും നേരമായിട്ട് ഇവിടെ പണി വല്ലതും നടന്നിട്ടോ? ആ ചെറ്റ വണ്ടീന്റെ പണി പകുതിയാക്കിയല്ലോ. ചേറ്റ വണ്ടിയോ? ചെറ്റാക്കേ ചേതക്ക്. ഇനി പറയാം. അയ്യോ ചേതക്ക്. എടാ ഇതഴിച്ചു പറിച്ചിട്ടോ? ആ ദൈവങ്ങളെ, ആ ഇടിയൻ SI പരമപുള്ളന്റെ വണ്ടിയാണുള്ളത്. എന്താ മൂപ്പർക്ക് വണ്ടി നന്നാക്കണ ഇഷ്ടല്ലേ? വണ്ടി നന്നാക്കണത്? എടാ പെട്രോൾ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് അയാൾ ഇവിടെ കേറ്റിട്ട് പോയതാണ്. അവിടുന്ന് പെട്രോളും വാങ്ങി വരുമ്പോ ഞാൻ എന്ത് പറയും? ഈ വർക്ക്ഷോപ്പിന് ഈ ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. അനക്കറിയാലോ, മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക്ഷോപ്പിന് ഞാൻ രാജ് മോട്ടോഴ്സ് എന്ന് പേരിട്ടത്. അതിനെന്താ ശാനെ, ഓരോ വണ്ടി പണിന്ന് പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും കസ്റ്റമേഴ്സ് നിങ്ങൾ അച്ഛനെ സ്മരിക്കണില്ലേ? എന്നിട്ട് പിന്നെ കാരണവന്മാരായിട്ട് ചെയ്യും. എടാ നീ പറഞ്ഞു മനസ്സിലായി. ഇവിടുന്ന് ഇറങ്ങി പോണവരൊക്കെ എന്റെ അച്ഛനെയും തെറി വിളിച്ച് പോകാനുള്ള കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാണ്. ഞാൻ നീ എന്ത് കാട്ടീന്ന്? ഒരു ദിവസം ഞാൻ അവനോട് ഗിയറിന്റെ കേസ് സെറ്റ് ചെയ്ത് വെക്കിന്ന് പറഞ്ഞ് പുറത്തു പോയതാ. തിരിച്ചു വന്നപ്പോ ഒരു കേസ് ബിയറും വാങ്ങി മേശപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇന്നെ കാത്തിരിക്കണേ. ഒരബദ്ധമൊക്കെ പേര് വെക്കാനെങ്കിലും പറ്റും. ഒരബദ്ധോ? കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് ബൈക്കും തള്ളിക്കൊണ്ടുപോയി ആ ബസ് സ്റ്റാൻഡിന്റെ സെന്ററിൽ കൊണ്ടുപോയിട്ടാണ് പണിയെടുത്തത്. എന്തിനാ? അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ ബൈക്ക് എപ്പ പണിയെടുക്കാണെങ്കിലും സെൻട്രൽ സ്റ്റാൻഡിലിട്ട് പണിയെടുക്കണം? എടാ അത് ബൈക്കിന്റെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇടുന്നല്ലേ പറഞ്ഞത്. ഒക്കെ പോട്ടെ, മുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് 50 രൂപ കൊടുത്ത് ഞാൻ വാങ്ങി വെച്ച ഷാമ്പു അതെടുത്ത് ബൈക്കിന്റെ ടയറുമ്പോ തേച്ച് വെച്ച എന്തിനാ? ഒരു കസ്റ്റമർ എന്നാണ്ട് എന്നോട് പറഞ്ഞ് ഫ്രണ്ട് ടയർ മൊട്ടയാണ് മാറ്റി തരണത്. ഞാൻ ആ ഷാമ്പു എടുത്ത് ടയർമ തേച്ചെടുത്ത് മൊട്ട മാറാണെങ്കിൽ മാറട്ടെ. രാവിലെ തന്നെ ഇങ്ങനെ ഓരോന്ന് കേട്ടിന്റെ മൂഡ് മൊത്തം സ്പോയിലായി. എന്താണ് കാണിക്കണേ? അല്ല നിങ്ങളെ മൂഡ് മൊത്തം ഓയിലായി എന്ന് പറഞ്ഞു. എടാ എന്റെ മൂട്ടിൽ ഓയിലായി എന്നല്ല, എന്റെ മൂഡ് മൊത്തം പോയത്. അല്ല എന്തിനാ വൈകുന്നേരം നേരത്തെ പോണെന്ന് അറിയത്? മൂർഖനൊന്ന് കാണാണ്ടേന്നു. ചേടാ എല്ലാരും മൂർഖന്റെ കടി കൊള്ളാതെ ഓടി തടിയെടുക്കാനാ നോക്കണേ. ഇവന്റെ മൂർഖന്റെ അടുത്തേക്ക് പോവാനാ? മൂർഖൻ പാമ്പല്ല, ജയന്റെ മൂർഖം ഇന്ന് റിലീസാ, അത് കാണണം. എടാ ഈ മാറണ സിനിമയും കണ്ടിച്ചിങ്ങനെ നടന്നോ? എടാ ഇങ്ങനെയൊന്നും നടന്നാ പോരാ, കുറച്ച് പ്രായമായില്ലേ. ലൈഫിന് ഒരു ചേഞ്ച് ഒക്കെ വേണം. അതെ ഇന്നത്തെ കാലത്ത് ചേഞ്ച് അത്യാവശ്യ. പറയണേ കേട്ടാ തോന്നുന്നു അർത്ഥമൊക്കെ മനസ്സിലായണോന്. എടാ ഈ ചേഞ്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥമെങ്കിലും അറിയാം എനിക്ക്? അതൊക്കെ അറിയാം. എന്താ? നമ്മള് കടയിൽ ചെന്ന് 100-ന്റെ ഒക്കെ നോട്ട് കൊടുത്ത് 10 രൂപ ആക്കണല്ലേ ചേഞ്ച്. അത് ചില്ലറ മാറണത്. ഞാൻ പറഞ്ഞത് ജീവിതത്തിനൊരു മാറ്റം വേണമെന്ന്. ഓ അങ്ങനെ. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ മാറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഞാനൊരു തീരുമാനം എടുത്തു. ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വളരെ നല്ല തീരുമാനം. അപ്പൊ പെണ്ണോ? എടാ അതൊരു 3-ാം വഴി ഞാൻ ഫുള്ള് സെറ്റാക്കി. പെണ്ണിനെ പോയി കാണുകയും ചെയ്തു. ഉമ ഭരണിയിലാ ജനനം. ഭരണിയിലുണ്ടായെന്നുണ്ടെങ്കിൽ ഉമയാവൂല, ഉപ്പുമാങ്ങാന്നാവും. എടാ അവള് ഭരണി നക്ഷത്രത്തിലാണ് ജനിച്ചത്. നമ്മുടെ വർക്ക്ഷോപ്പൊക്കെ കാണാൻ വേണ്ടിട്ട് അവള് നിങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതകം ചേർന്നാൽ വാതകം ചോർന്ന ആകെ പ്രശ്നമാവും. ജാതകം ചോർന്നാലല്ല, ഞങ്ങൾ തമ്മിലുള്ള ജാതകങ്ങൾ ചേർന്നാൽ അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും. എന്റെ മൂലം നക്ഷത്രമാണല്ലോ. എന്താ രാത്രിയോടെ മിന്നിത്തിളങ്ങലുണ്ടോ? അതല്ലാന്ന് തെറ്റിപ്പോയതാണ്. എന്റെ നക്ഷത്രം മൂലാണല്ലോ, അവളുടേത് ഭരണി. അപ്പൊ ഞങ്ങളുടെ തമ്മിൽ എങ്ങനെയാ ജാതക പൊരുത്തം ഉണ്ടാവോ? ഇല്ലെങ്കിലും വേണ്ട. നീ എന്താ നോക്കണത്? ജാതക പൊരുത്തം നോക്കണ്ടേ? ഏടാ സ്ക്രൂ ഡ്രൈവറും പ്ലെയറൊക്കെ വെച്ചിട്ടാണ് ജാതക പൊരുത്തം നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഈ വണ്ടി പണിക്കണ ഇന്നോട് നിങ്ങൾക്ക് ജാതകത്തിന്റെ കാര്യം. എടാ അത് പിന്നെ അപ്പത്തെ ആവേശത്തിൽ ഞാൻ ചോദിച്ചു പോയതല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നല്ലൊരു പണിക്കരെ വിളിച്ചു വരുത്താം. ഞാൻ പറഞ്ഞാവുമ്പോ വേറൊരു പണിക്കാരൻ. എടാ പണിക്കാരനല്ല, പണിക്കർ, ജോത്സ്യൻ, മനസ്സിലായോ? ആരാണ് അടിച്ചത്? ആശാനെ ഷോക്ക് അടിച്ചതാ. എന്നെ അടിക്കാൻ ഗൾഫിൽ നിന്ന് വരെ ആൾക്കാർ വന്നോ? എനിക്കല്ല, ഷോക്ക് കറണ്ട് അടിച്ചതാണ്. എക്സ്ക്യൂസ് മീ.
ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കും. അപ്പൊ ഇതാണല്ലേ ചേട്ടന്റെ വർക്ക്ഷോപ്പ്? അതെ 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 എല്ലാത്തരം ബൈക്കുകളുടെയും റിപ്പയറിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ നാട്ടിലെ ഒരേ ഒരു ഏക സ്ഥാപനം രാജ് മോട്ടോഴ്സ്. ഞങ്ങൾ ഇവിടെ അധികം ബൈക്കുകളുടെ ഓൾട്രേഷൻ വർക്കുകളാണ് ചെയ്യല്. ഇങ്ങോട്ട് വരുന്ന പോലെയല്ല ബൈക്കുകൾ തിരികെ പോകുന്നത്. അതെ അതെ, ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വരും, തിരികെ പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി അതെന്താ അങ്ങനെ? അതായത് ഇത് ഓൾട്രേഷൻ വർക്കാണല്ലോ. അപ്പൊ ഇതിന്റെ ഫിനിഷിങ് കണ്ടിട്ട് ചില കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, മണ്ണിൽ തൊടിക്കൂല, അവര് പെട്ടി ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരാൾ കയറ്റി കൊണ്ടുപോയില്ലടാ. കഴിഞ്ഞ ആഴ്ച മാത്രല്ലല്ലോ, ഇവിടെ സ്ഥിരം അങ്ങനല്ലേ. ഒറ്റ മിനിറ്റ്, നീ ഇങ്ങോട്ട് വന്നേ. എടാ, ഈ അഴിച്ചു പറിച്ചിട്ട വണ്ടി ഉണ്ടല്ലോ, അത് മൊത്തം ഇരുന്ന് സെറ്റ് ചെയ്യ്. നിലത്തിരിക്കടാ, ഞാനൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ. ചേട്ടാ, എനിക്കൊരു സംശയം. ചോദിച്ചോ? ഞാനും എന്റെ കൂട്ടുകാരും കൂടി സ്കൂട്ടറിൽ പോകുമ്പോഴേ കലകലകലാന്നുള്ളൊരു സൗണ്ട്, അതെങ്ങനെ മാറുക? രണ്ടും വായ അടച്ചിരുന്നാ മതി, ഒരു സൗണ്ടും കേൾക്കത്തില്ല. എടാ, നീയൊന്ന് വായിച്ചിരിക്കടാ. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിച്ചോട് സംസാരിക്കണോ? ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അടിപൊളി റെസ്റ്റോറന്റാ. വേണ്ട ചേട്ടാ, ഞാൻ കഴിച്ചിട്ടാ. ആണല്ലേ? ഉമേ, നമ്മുടെ കല്യാണക്കാര്യത്തെ പറ്റി ഉമ്മയുടെ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ ഒറ്റ കാര്യത്തിൽ നിർബന്ധമുള്ളൂ, കലാപാരമ്പര്യമുള്ള കുടുംബത്തിലേക്ക് വേണം എന്നെ കെട്ടിച്ചു വിടാൻ. എന്റെ ഉള്ളിലൊരു കലാകാരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത്രയും കാലായിട്ട് ഞാനത് കണ്ടില്ലല്ലോ. എങ്ങനെ നിങ്ങൾ കാണുക? ഒളിഞ്ഞിരിക്കല്ലേ? എടാ കലാകാരാ, നീ വാളില്ലാത്ത സ്കൂട്ടർ കയറി കിക്കർ അടിക്കല്ലേ. ഉമേ, എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര കലാപാരമ്പര്യമുള്ള കുടുംബല്ലേ. എന്റെ തറവാട് മൊത്തം കലാകാരന്മാരാ. എന്റെ അച്ഛൻ വരച്ചാ മരിച്ചത്. വരച്ചു മരിക്കാൻ മൂപ്പർക്കും ദേശമുണ്ടായിരുന്നു. എടാ, എന്റെ അച്ഛനൊരു ചിത്രകാരനല്ലായിരുന്നോ? ഉമയ്ക്ക് അറിയോ, ആശുപത്രി കിടക്കെ കിടന്ന് ഒരു ചിത്രം വരച്ചപ്പോഴാ എന്റെ അച്ഛൻ മരിച്ചു പോയത്. ചിത്രം വരച്ചാ മരിക്കൂ? ആ, മൂപ്പര് ECG-യിലാ ചിത്രം വരച്ചത്. ECG-യിലോ? അയ്യോ, അത് ഭയങ്കര കഥയാ. അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അപ്പൊ അച്ഛന്റെ ECG റിസൾട്ട് വന്ന് അതിൽ ഫുള്ള് ഇങ്ങനെയാണുള്ളത്. അച്ഛൻ വിചാരിച്ചു ഇത് പശ്ചിമഘട്ട മലനിരകളുടെ ചിത്രം വരച്ച പേപ്പറാണെന്ന്. ഒരു വെറൈറ്റിക്കും വേണ്ടി അച്ഛൻ അതിന്റെ ഇടയിൽ 2 തെങ്ങും ഒരു സൂര്യനും പറക്കണ ഒരു കാക്കേനെയും വരച്ചു. വൈകുന്നേരം ഡോക്ടർ വന്ന് ECG ചെക്ക് ചെയ്ത് ആകെ പ്രശ്നമായില്ലേ. ECG-യിൽ വേരിയേഷൻ ഉണ്ട്. അന്ന് തന്നെ ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ തരുന്നു. നടത്തിയോ? ശസ്ത്രക്രിയ അന്ന് നടത്തി, അടിയന്തരം 15 ദിവസം കഴിഞ്ഞു. ചേട്ടാ, ചേട്ടന്റെ അമ്മ എന്റെ ഫോട്ടോ കണ്ടപ്പോ എന്താ പറഞ്ഞേ? ഇതധിക കാലം പോവൂല, സ്റ്റെപ്പിന് വേണ്ടി വരും. ആശാനെ, ഈ ടയർ മൊത്തം പോയിന്, സ്റ്റെപ്പിന് ടയർ വേണ്ടി വരും. എടാ, ആസ്ഥാനത്ത് കയറി ഡയലോഗ് പറഞ്ഞിട്ട് എന്റെ ഫ്യൂച്ചർ കളയെല്ലാം പോയി പണിയടാ. അപ്പൊ ഉമേ, നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ നമുക്ക് ഇഷ്ടായി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഉമയെ ആദ്യമായിട്ട് കണ്ട അന്ന് മുതൽ എന്റെ മനസ്സിന്റെ അവസ്ഥ എന്താന്ന് നമുക്കറിയോ? മൊത്തം പിരി ലൂസായി കിടക്കണേ. ആശാനെ, നെട്ടിന്റെ പിരി മൊത്തം പോയിന്. നീ എന്റെ പിരി കളയും, പോടാ. ചേട്ടനെ, അച്ഛനെ വന്നൊന്ന് കാണേ. ആയിക്കോട്ടെ. നമ്മുടെ ജാതക പൊരുത്തം ഓക്കെ ആണെങ്കിൽ ശുഭമുഹൂർത്തത്തിൽ, അടുത്ത ശുഭമുഹൂർത്തത്തിൽ പറയ്. എവിടെ പോണ്? അടുത്ത ശുഭമുഹൂർത്തത്തിൽ പറയുന്നേ. അയ്യോ അമ്മേ, അല്ലച്ചേ, അയ്യോ ഉമേ, എവിടെ ഇരുന്ന്? എടാ, നോക്കി നിൽക്കാതെ 108 ആംബുലൻസ് വിളിയടാ. അല്ല, 108 ആംബുലൻസ് ഇതിനെ ഒറ്റന്ന് പോരെ? എടാ, അതല്ല, 108 നമ്പർക്ക് വിളിക്കുന്നത്. ആശാനെ, ഫോൺ എടുത്താ ഷോക്ക് അടിക്കൂലേ? അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? എടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞോടാ. വെള്ളം തളിച്ച് വിളിച്ചു നോക്കി. എങ്ങനെ? മുഖത്ത് വെള്ളം തളിച്ച് വിളിക്കാൻ. മുഖത്ത് വെള്ളം തളിച്ച് വിളിക്കല്ലേ? ഉമേ, ഉമേ, എടാ, വെള്ളം തളിച്ച് വിളിച്ചിട്ട് നീക്കണില്ല. കവളത്തൊന്നും തട്ടി വിളിച്ചാണെങ്കിൽ നോക്കട്ടെ. ഉമേ, ഉമേ, എടാ, നീക്കണില്ല. മെല്ലെ തല്ലിട്ടോ. ഇങ്ങനെ വിളിച്ചു നോക്കി. ഉമേ, അവിടെ അല്ല, അവിടെ. ഉമേ, എടാ, എന്ത് ചെയ്തിട്ട് ഇവിടെ നീക്കണില്ലല്ലോ. ഒരടി കിട്ടിയിട്ട് മനസ്സിലായില്ല. ഇല്ലക്ക് ടെൻഷൻ കൊണ്ട് കിട്ടുന്നില്ല. എന്താണ് സംഭവം? കെട്ടാൻ പോണ പെണ്ണവിടെ ബോധം കെട്ടി നടക്കുമ്പോ എങ്ങനെ ഇങ്ങനെ മണ്ടത്തരം കെട്ടാൻ കഴിഞ്ഞു? ടെൻഷൻ കൊണ്ടാണ് എന്നെ കൊണ്ട് കഴിയില്ലേ. എങ്ങനെ ഇവിടെ ഉണത്താ? എന്തെങ്കിലും ഐഡിയ പറഞ്ഞോണ്ടാ? ഒരു ഐഡിയ ഉണ്ട്. എന്താ അത്? ഒരു തരി ബോധം ഉള്ളിലുണ്ടെങ്കിൽ ഏത് കണ്ണും ചാടി എണീക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്നാ അത് പ്രയോഗിക്ക്. ആശാനെ, ഓ, കല്യാണത്തിന് താലിമാല 1 പവൻ മതിയോ അതോ 5 പവൻ വേണോ?
5 പവൻ അതിലെന്താ സംശയം? 5 പവൻ വേണം. എടാ ഭീകര, നിന്നെ കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു ഉപകാരം ഉണ്ടാവുള്ളു. നന്ദി ഉണ്ടോ? നന്ദിയുണ്ട്. ഉമേ, സംഭവം എന്താ അറിയോ, അബദ്ധത്തിൽ ഈ ഫോണിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് കുറച്ചു നേരം ബോധം കെട്ട് വീണുപോയി. അപ്പൊ അതിൽ നിന്ന് നിന്നെ റിക്കവർ ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഡ്രാമ കളിച്ചതാ. ഈ 5 പവന്റെ കാര്യമൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞതാ, കള്ളം പറഞ്ഞതാണ്. അങ്ങനെയൊന്നും ഇല്ല. കല്യാണത്തിന്റെ അന്നേ 5 പവൻ തികച്ചില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം താൻ അറിയും. എടാ ഇപ്പോഴാടാ ശരിക്കും ഷോക്ക് അടിച്ചത്. വിഗ് പോയത് കണ്ടില്ലേ? സതുൽ തഗ്ഗായിരുന്നു, കംപ്ലീറ്റ് തഗ്ഗായിരുന്നു. എന്തായാലും സ്കിറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം. നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്താ സതുൽ രാജിൽ നിന്ന് തുടങ്ങാൻ കേട്ടോ. എവിടെയായിരുന്നു കുറച്ച് നാളെ നിങ്ങള് ഫാമിലി? പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 2 ഷെഡ്യൂൾ. ഇടയ്ക്ക് കുറച്ച് കണ്ടില്ല, അതാ ചോദിച്ചത്. എന്തായാലും മോൻ കിടുക്കനാകട്ടോ സതില്. ഒരക്ഷയില്ലാതെ കറക്റ്റ് ടൈമിങ്ങിനാണ് അവൻ കൗണ്ടറിൽ അടിക്കുന്നത്. വെറുതെ നിന്നിട്ട് അടിക്കുകയല്ല, അതായത് പഠിച്ച് വെച്ചിട്ട് അടിക്കുകയല്ല, ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സാധനം പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നല്ല ഒന്നാമത്തെ ഒരു കഴിവാണ് മോനെ, ഗംഭീരമായിട്ടുണ്ട്. കാര്യം അച്ഛൻ്റെ ആ ഒരു കഴിവ് മോനും കിട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു കേട്ടോ. നല്ല സ്ക്രിപ്റ്റ് നല്ലതാണ്. കൗണ്ടറുകൾക്കെല്ലാം പുതുമയുള്ള കൗണ്ടറുകളാണ്. നിങ്ങൾക്കറിയാം എന്താണ് കൊടുക്കേണ്ടത്, എന്ത് കൊടുത്താലാണ് അവർ ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതനുസരിച്ച് ഈ സ്കിറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സതുലിനെ ഞാൻ പറയുള്ള കാര്യം, അവനാണ് സത്യം പറഞ്ഞാൽ ഈ സ്കിറ്റ് കൊണ്ടുപോയത്. നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ മെയിൻ ചിരിയുടെ എല്ലാ പോർഷൻസും അത് സതുലാണ് നമുക്ക് തന്നത്. ഗംഭീരമായ ഗുണമനെ. ഇപ്പം എത്രയല്ല മോൻ പഠിക്കുന്നത്? ഇപ്പം 7ലാണ്, 8ലേക്ക് അല്ലേ? അപ്പം നന്നായി, വൈഫും നന്നായി കേട്ടോ. രസമുണ്ട്. നിങ്ങൾ ആ 85 കാലഘട്ടമാണ് കാണിച്ചത്. ആ കാലഘട്ടത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ്. നമ്മൾ ആദ്യം ഈ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ആ രീതിയിലുള്ള ഡയലോഗ് പ്രസന്റ് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലെ ഡയലോഗ് പ്രസന്റേഷൻ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതായിരുന്നെങ്കിൽ ഇത്രയും പഞ്ചാകൂല്ലായിരുന്നു. ഈ കൗണ്ടറുകളൊക്കെ ചിലപ്പോൾ അടിച്ചു പോകും. ഇത് നന്നായി. ഓൾ ദ ബെസ്റ്റ്. സൻരാജെ, സതുലെ, ഷിജില 3 പേരും സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു, ഗംഭീരം എന്ന് തന്നെ പറയാം. കാരണം കൗണ്ടറുകളെല്ലാം കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തതിന് സതുലിനൊരു ഉഗ്രം കൈയ്യടി തരുമായിരുന്നു. അടിപൊളിയായിരുന്നു. ഒറ്റ കൗണ്ടർ പോലും ചീറ്റി പോയില്ല. നിന്നെ കാണുമ്പോൾ എനിക്ക് ഈ പൂച്ചക്കുരുമുക്കത്തി പണ്ട് ബൈജുവേട്ടനുണ്ട്, ബൈജുവേട്ടൻ ചെറുപ്പത്തിലെ അല്ലേ, ഈ ബൈജുവേട്ടൻ ചെറുപ്പത്തിലെ തഗ്ഗായിരുന്നു. അത് ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പഴയ സാധനങ്ങൾ ഇതാകുന്നത്. അതേ ആറ്റിറ്റ്യൂഡാണ് നിന്റെ നിപ്പും നിന്റെ ഡയലോഗും ഏകദേശം ആ ഷേപ്പും ഉണ്ട്. ആ കാലഘട്ടം ഉണ്ട്, ആ കാലഘട്ടം എടുത്തൊക്കെ അറിയാൻ പറ്റും. കാരണം എല്ലാ കൗണ്ടറും അതിനിടയ്ക്ക് ഇവനൊരു സാധനം ഇട്ടു, ആ വണ്ടി വളവ് തിരിഞ്ഞ് വരുന്നുണ്ട്, അത് വരില്ല, എന്ത് ബ്രേക്ക് എന്നാക്കിയാൽ ഞാനല്ലേ ടാക്ക് അടിച്ചു. കണ്ടോ, നമുക്ക് അത് കഴിഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ സേഫ്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു അതിനകത്തൊരു മോഡുലേഷൻ ഉണ്ട്. സോ അതിലത് നല്ല രസമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് മോനെ. അതൊരു പ്രത്യേക കഴിവാണ്. കാര്യം അതിനൊരു ഉഗ്രം കൈയ്യടി തരികയാണ്. സെൻട്രൽ സ്റ്റാൻഡിലിട്ട് വണ്ടി നന്നാക്കുന്ന കാര്യം, ബൈക്കിൻ്റെ സെൻട്രൽ സ്റ്റാൻഡ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. വർക്ക്ഷോപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ട്. പക്ഷെ നിങ്ങൾ പിടിച്ചൊരു പ്രതലം ഭയങ്കര രസമായിരുന്നു. പഴയ കോസ്റ്റ്യൂമി വന്നു. നസീർക്ക് പറഞ്ഞ പോലെ പഴയ സ്ലാങ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ചീറ്റിപ്പോയേനെ. അതിനൊരു നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ഡയലോഗ് മോഡുലേഷനൊക്കെ കൊടുത്ത നന്നായി. അതുപോലെ ഷിജില നല്ല രസമുണ്ടായിരുന്നു, വന്നു. ഷിജില ഒരിക്കലും നമ്മൾ ആ ഫോൺ ഷോക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ നിങ്ങൾ ഹ്യൂമർ കൊണ്ടുവന്നു. അതിനൊക്കെ ഒരു വിചാരിക്കുന്നതിനേക്കാൾ നല്ല രസമായിട്ട് നിങ്ങളത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജി ചേട്ടാ? അടിപൊളിയായിരുന്നു, സൂപ്പർബായിരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു ഹ്യൂമർ, ഒരു നല്ല സ്കിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ നല്ല കൗണ്ടറുകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ പ്ലേസ് ചെയ്യുന്നു, ഏത് സമയത്ത് എവിടെ കറക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാവുകയും വേണം. അത് കറക്റ്റ് അതിനുള്ള സ്പേസ് കൊടുത്തുകൊണ്ടാണ് സതുൽ പെർഫോം ചെയ്യുന്നത്. ഇന്നത്തെ ഈ സ്കിറ്റിൻ്റെ ഈ ദിവസം സതുലിൻ്റെയാണ് ആക്ച്വലി. അതായത് തീർച്ചയായിട്ടും അവനത് സമയമെടുത്ത് അവനത് കറക്റ്റായിട്ട് പറയുന്നു. ഒട്ടും ഡൗട്ടില്ലാതെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി മക്കളുടെ കൂടെയൊക്കെ റീൽസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കമൻസ് വരും. അച്ഛൻ മക്കളെ കണ്ട് പഠിക്കണം, അച്ഛൻ കുറച്ചുകൂടെ നന്നാവാനുണ്ട്, ആ കുട്ടിയെ ഒന്ന് ക്ലാസ് എടുത്തോളൂ, അല്ലെങ്കിൽ അഭിനയം എന്താണെന്നുള്ളത് ആ മക്കളെ കണ്ട് പഠിക്കും എന്ന് പറയുമ്പോൾ ആസ് എ പാരൻ, അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ആക്ച്വലി ആ കമൻറ്റുകളിൽ നിന്നും എനിക്കത് വിഷമമല്ല. എനിക്ക് ഏറ്റവും ഹാപ്പി ആവുന്നത് ഞാൻ അപ്പോഴാണ്. ഒരു മകൻ നന്നായി എന്ന് പറയുന്നതിൽ ഏറ്റവും ഹാപ്പി ആവുന്ന അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും. അത് അവർ ഈ പറഞ്ഞ ആക്ച്വലി അവർ നന്നാവാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അവർക്കുള്ള സ്പേസ് കൊടുക്കുക. നമ്മളുടെ കാലം എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ കഴിഞ്ഞു പോയവരാ. ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മളെപ്പോഴും ഒരു സ്പേസ് കാണണം. അത് മക്കൾക്ക് എപ്പോഴും അച്ഛനമ്മമാർ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർ നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. ഈ വേദിയിൽ ബ്യൂട്ടിഫുൾ
സ്കിറ്റായിരുന്നു. ഗംഭീരമായിട്ടുള്ള നല്ല തമാശകളും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു സ്കിറ്റായിരുന്നു. കൺഗ്രാറ്റ്സ്. ഗംഭീര കമന്റ്സ് ആണ് കിട്ടിയത്. സതുലിന് സ്പെഷ്യൽ അപ്രിസിയേഷൻ. ഇന്നത്തെ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആയി കളഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം പഞ്ച് അടിക്കുമോ എന്ന്. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. ഓക്കെ, ഞാൻ കുറയ്ക്കുന്നില്ല, ഞാനൊരു 20,000 രൂപ. 20,000 കിടിലം. ഇക്ക ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല, ഒരു 2,000 രൂപ കൂട്ടി 22,000. അടിപൊളി. അങ്ങനെ ഇപ്പൊ ടോട്ടൽ 42,000 രൂപയായിട്ടുണ്ട്. ഷാജി ചേട്ടനാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേട്ടാ, കല്യാണം നടക്കാൻ പോകുന്നതാണ് അല്ലേ? ഉറപ്പായിട്ട് ഇതാ എൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. സതിലേ ഇപ്പൊ അവൻ പറയുന്നറിയോ, സ്കിറ്റ് കളിച്ച ഞാനല്ലേ, എങ്ങനെ നമ്മള് സേഫ് ആക്കും. അങ്ങനെ പറയാലോ. 70,000 രൂപയാണ് നേടിയിരിക്കുന്നത്. സതിലേ, നല്ലൊരു ഗിഫ്റ്റ് ചോദിച്ചു മേടിച്ചോ. ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞല്ലെങ്കിൽ അടിപൊളി. ഇനി അടുത്ത എന്താണ് എയിം ചെയ്യുന്നത്? ഗിയർ സൈക്കിൾ നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം? നോക്കട്ടെ, പഠിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇപ്പം സതുലിനെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ? ആൾക്കാരൊക്കെ അറിയാം, ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട്. ഞങ്ങളെ വീടിന്റെ ഒരു അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠാ വാർഷികത്തിന് പോയപ്പോ അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ അവിടെ നിർത്തി പിന്നെ കഴിക്കാനായിട്ട് കൊണ്ട് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. കോഴിക്കോട് എവിടെ? കോഴിക്കോട് മലപ്പുറം ജില്ലയാണ്. കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാടാണ്. തീർച്ചയായിട്ടും വലിയ താരമായിട്ട് വരുമ്പോൾ ആ നാട് മുഴുവൻ സപ്പോർട്ട് ഉണ്ടാക്കും. ആവട്ടെ. എന്തായാലും ഇന്നത്തെ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് സതുലിനെ കൗണ്ടർ കിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ തോന്നി. അത്ര ഗംഭീരമായിരുന്നു ഓരോ കൗണ്ടേഴ്സും. അല്ല തന്നെയല്ല മീനാക്ഷി, നമ്മുടെ ഐറ്റം വേറെ ബൈജുവേട്ടനാണ്. എടാ, പുതിയ പേരൊക്കെ വീടല്ലോ. ഐറ്റം വേറെ ബൈജേട്ടൻ അല്ലെ, ബൈജുചേട്ടൻ ലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ. അല്ല മീനാക്ഷി കറക്റ്റ് ഷേപ്പാ. ശരിയാ, ഒരു ചായ കൂടി ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. സതുൽ ചേച്ചി, അപ്പൊ വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എല്ലാരും ഒരുപാട് ചിരിച്ചു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓഡിയൻസ് എൻജോയ് ചെയ്തില്ലേ? എങ്കിലും ഒരു വലിയ കയ്യടി. അപ്പൊ കൂടുതൽ ചിരി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night. Flowers Comedy. ഇത് ഐറ്റം വേറെ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.